വിനോദ് മാത്യു വിൽസൺ ആ പ്രതിനിധി. വിനോദ്, ഇപ്പോൾ ഇന്ന് രാംലീല മൈതാനത്ത് കണ്ട വലിയ റാലി, ആ റാലി കേജ്രിവാളിന്റെ അറസ്റ്റിനെതിരെയുള്ള പ്രതിഷേധ പരിപാടിയായിരുന്നെങ്കിലും അതിനപ്പുറമുള്ള ഐക്യപ്പെടലേക്ക് വന്നിരിക്കുന്നു. അതിൽ ലോക്തന്ത്ര ബച്ചാവോ എന്നാണ് ആ റാലിക്ക് പേരിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഐക്യപ്പെടൽ ഏത് രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാകും? ഇപ്പോൾ കേജ്രിവാളിന്റെ ഫോണിലെ രേഖകൾ പിടിച്ചെടുക്കാനായി ആപ്പിളിന്റെ സഹായം തേടിയിരിക്കുകയാണ് ED. അതിലേക്ക് എത്തിയിരിക്കുന്നു. അന്വേഷണം അത്തരത്തിൽ നടക്കട്ടെ, അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. എനിക്ക് തൊട്ടു മുമ്പ് സംസാരിച്ച BJPയുടെ പ്രതിനിധി ശ്രീ പത്മനാഭൻ പറഞ്ഞൊരു വാചകത്തിൽ ഞാൻ തുടങ്ങാം. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് ആരെയും ഭയമില്ല, ഞങ്ങൾക്കൊരു ടെൻഷനുമില്ല. അങ്ങനെയല്ല. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഞങ്ങൾ ഇന്നലെ കേരളത്തിൽ നിന്ന് 35ഓളം പ്രതിനിധികൾ, ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധികൾ ഡൽഹിയിൽ ഞങ്ങളുടെ ഓഫീസിലെത്തി. ഓഫീസിൽ നിന്ന് സാധാരണഗതിയിൽ ഇൻസ്ട്രക്ഷൻ്റെ ഭാഗമായി കൊണാട്ട് പ്ലേസിലേക്ക് ഞങ്ങൾ പോയി. അവിടെ ഞങ്ങൾ പോയത് യാതൊരു തരത്തിലുള്ള പ്രകോപനം സൃഷ്ടിക്കാനല്ല. ഞങ്ങൾ ലഘുലേഖകൾ കയ്യിൽ കരുതിയിട്ട് ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് ജനങ്ങളെ ആകർഷിക്കാൻ ചലോ രാംലീല മൈതാൻ എന്ന് പറഞ്ഞ നോട്ടീസ് ഞങ്ങൾ കൊടുക്കുകയാണ്. സ്മൃതി, ഇതിനകത്ത് ഒരു തർക്കവുമില്ല. ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഡൽഹി പോലീസ് അവിടെ ഞങ്ങളടുത്ത് വന്നിട്ട് ആദ്യം പറഞ്ഞത്, ഞങ്ങൾ ടീഷർട്ട് ഇട്ടിരുന്നു. ആ ടീഷർട്ട് ഞങ്ങൾ എഴുതി വെച്ചിരുന്നു. എന്താണ് എഴുതി വെച്ചിരുന്ന ടാഗ് ലൈൻ? ഇങ്ങനെയാണ്: നരേന്ദ്രമോദിക്ക് കേജ്രിവാളിനെ ഭയമാണ്. ആദ്യം ഞങ്ങളെ കൊണ്ട് ആ ടീഷർട്ട് ഊരിപ്പിച്ചു ഡൽഹി പോലീസ്. അവസാനം ഞങ്ങൾ അതിനെ തടസ്സം ചെയ്യാൻ നിന്നപ്പോൾ പോലീസ് അവിടെ കൂടി. ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളെ അവിടെ നിന്ന് മാറ്റി റിമൂവ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരുടെ ഉദ്ദേശം ഇത് പൊളിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ജനങ്ങൾക്കിടയിൽ ഞങ്ങൾ ഇറങ്ങി ജനങ്ങൾ സംഘടിച്ചു. അവിടെ കൊണാട്ട് പ്ലേസിൽ നിന്നുള്ള ചെറിയൊരു സംഭവമാണ്. ഞങ്ങൾ വലിയ ആം ആദ്മിക്കാരൊന്നും അല്ല, ഇവരെ പോലെ വലിയ തൻ്റെ ഇടമുള്ളവരും ഇന്ത്യ ഭരിച്ചങ്ങ് മുമ്പോട്ട് കൊണ്ടുവന്നവരൊന്നും അല്ല. ഞങ്ങൾ പാവപ്പെട്ട കുറച്ച് ആം ആദ്മിക്കാർ. ഞങ്ങൾ എന്തിനാ ഭയക്കുന്നത്? അപ്പോൾ ഡൽഹി പോലീസ് അവിടെ വന്നു, ഞങ്ങൾ അവിടെ നിന്ന് മാറ്റുന്നു. ജനങ്ങൾക്കിടയിൽ ഇത് കൊടുക്കാൻ കഴിയത്തില്ല. സ്വതന്ത്ര ഇന്ത്യയല്ലേ ഇത്? ഇത് മോദിയുടെ റിപ്പബ്ലിക് ഒന്നും അല്ലല്ലോ, ഇത് സ്വതന്ത്ര ഇന്ത്യയല്ലേ? ഇവിടെ ആശയപ്രചരണം സാധ്യമാവത്തില്ലേ? ഇവിടെ ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് ജനങ്ങളെ ആകർഷിക്കാനുള്ള നോട്ടീസുകൾ വിതരണം ചെയ്യാൻ സാധിക്കും. ഇവർക്ക് ഭയമാണ്. ഞാൻ എഴുതി വെച്ച് തരാം സ്മൃതി, ജൂൺ 4-ാം തീയതി ഇവർ തോക്കാൻ പോവുക, ഇവർ ഇന്ത്യയിൽ ഇല്ലാതാവാൻ പോകും. അതിന്റെ ഭയമാണ്. ഇവർ ഇന്റേണൽ സർവേകൾ നിങ്ങൾ പത്രമാധ്യമങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. ഇന്റേണൽ സർവേകൾ പുറത്തു വന്നിരിക്കുന്നു. NDA സഖ്യത്തിന്റെ സീറ്റ് എത്രത്തോളം കുറയും. ഇവരുടെ കണക്കുകൾ പറയട്ടെ. ഇവരിങ്ങനെ വാതോരാതെ 400-ലേക്ക് എത്തും, 500-ലേക്ക് എത്തും. മീററ്റിൽ നരേന്ദ്രമോദി സംഘടിപ്പിച്ച റാലിയിൽ ജനലക്ഷങ്ങൾ വന്നു. ഇദ്ദേഹം ഇന്നത്തെ റാലിയുടെ ജനസഞ്ചയം കണ്ടു. ഞാൻ അവിടെ നിന്ന് സംസാരിക്കുന്ന ആളാണ്. ഞാനിപ്പോൾ ഡൽഹിയിലാണ്. അവിടേക്ക് ഒഴുകിയെത്തിയത് ആയിരക്കണക്കിന്, 10,000 ലക്ഷക്കണക്കിന് മനുഷ്യരാണ് അവിടേക്ക് വന്നത്. ഈ മനുഷ്യർ അദ്ദേഹത്തിന് വിലയില്ലെന്നാണോ? ഇവരൊക്കെ പൊട്ടന്മാരെ, ഈ സംഖ്യകളല്ലെങ്കിൽ അവരൊന്നും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കത്തില്ലാത്തവരാണ്. അങ്ങനെയാണ് ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. ഈ പറയുന്ന ജനം എന്ന് പറയുന്നത് നരേന്ദ്രമോദി ഏകാധിപത്യം. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഏകാധിപത്യ ഭരണം എന്ന് പറയുന്നത് ലോകത്തെല്ലായിടത്തും ആ ജനത്തെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്, ജനാധിപത്യത്തെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്, ജനങ്ങളെ എന്നേക്കുമായി തീർത്ത് കളഞ്ഞിട്ടുണ്ട്. അത് ഏകാധിപത്യ ഭരണത്തിന്റെ പ്രത്യേകതയാണ്. നരേന്ദ്രമോദിക്ക് അധികാരം വീണ്ടും കിട്ടിയാൽ, നരേന്ദ്രമോദി സർക്കാർ വീണ്ടും ഇന്ത്യ ഭരിച്ചു. നമ്മൾ ഇന്നലെ കണ്ടില്ലേ, മണിപ്പൂരിൽ ഈസ്റ്റർ ദിനത്തിൽ ഈസ്റ്ററിന്റെ അവധി ക്യാൻസൽ ചെയ്തു. നമ്മൾ കണ്ടതല്ലേ. അവിടെ എന്തായാലും പ്രശ്നം കഴിഞ്ഞ കുറേ നാളുകളായി. ആ പ്രശ്നത്തിലേക്ക് അവിടെ എത്തി. ഈസ്റ്റർ ദിനം അവധിയില്ല. പിന്നെ ഇവരുടെ അഴിമതി കണക്കിനെ പറ്റി ഇവർ വലിയ അഴിമതിക്കാരല്ല എന്ന് പറയുന്നു. ഒരുപക്ഷെ സ്മൃതി വായിച്ചു കാണും. കർണാടകയിൽ ഇന്നലെ ജനാർദ്ദൻ റെഡ്ഡി എന്ന് പറയുന്ന ഖനി വ്യവസായി, അദ്ദേഹം ഇവരിൽ നിന്ന് പിന്തിരിഞ്ഞ് പുതിയ പാർട്ടി ഉണ്ടാക്കി പോയ ആളാണ്. കേസിൽപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ പെടുത്തി വലിയ ഓഫർ കൊടുത്തു. ഇപ്പൊ ഇന്നലെ വീണ്ടും BJPയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നമ്മുടെ 2 റെഡ്ഡിമാരായിരുന്നല്ലോ ഈ പറയുന്ന മദ്യ അഴിമതി കേസിൽ കേജ്രിവാളിനെതിരെ മൊഴി കൊടുത്ത, ഒരു ശരത്ചന്ദ്ര റെഡ്ഡിയും പിന്നെ രാഘവ് റെഡ്ഡിയും. ഈ രാഘവ് റെഡ്ഡിയുടെ പിതാവിന്, രാഘവ് റെഡ്ഡിക്ക് ഓഫർ കൊടുത്തിട്ടാണ് TDPയുടെ ഭാഗമായി NDA സഖ്യത്തിന്റെ ഭാഗത്ത് മത്സരിക്കുന്നുണ്ട്. ഈ അപ്രൂവർ ആയതിനു ശേഷം ഇന്നലെ പുതിയ വാർത്ത വന്നിരിക്കും. അദ്ദേഹത്തിന്റെ അപ്പൻ ഒരു ശ്രീനിവാസ റെഡ്ഡിക്ക് BJP മെമ്പർഷിപ്പ് കൊടുത്തിരിക്കും ലോക്സഭയിലേക്ക്. അതായത് ഇവർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന, ഇവർക്ക് വേണ്ടി കുഴലൂതുന്ന എല്ലാ ആൾക്കാർക്കും ലോക്സഭാ ടിക്കറ്റുകൾ കൊടുക്കുന്നു, പണം കൊടുക്കുന്നു. ഇവരിങ്ങനെ പിടിച്ചു വെക്കുകയാണ്, ഇവർ അതിലേക്ക് വശീകരിക്കുകയാണ്, ഇവർ ജനാധിപത്യം തകർക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ആവർത്തിച്ചു. ഇത് 2ാം സ്വാതന്ത്ര്യ സമരമാണ്. അതായത് ചെങ്കോട്ടയിൽ 1947-ൽ നെഹ്റുവിന്റെ കയ്യിലേക്ക് ഇന്ത്യൻ ദേശീയ പതാക കൊടുത്തിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ആ വലിയ ആഘോഷത്തിലേക്ക് ഇന്ത്യ കടക്കാൻ പോവുകയാണ്. ഈ നരാധമന്മാരെ ഇന്ത്യയിൽ നിന്ന് തൂത്തെറിയുന്ന 2ാം സ്വാതന്ത്ര്യ സമരത്തിന്റെ കാഹളം ആണ് മുഴങ്ങിയിരിക്കുന്നത്. അതിന്റെ വിജയ ശംഖുലി ജൂൺ 4-ാം തീയതി ഉണ്ടാവും. ജനങ്ങൾ ആഘോഷിക്കും. ജനാധിപത്യത്തിന്റെ സുന്ദര മുഹൂർത്തം ഇന്ത്യയിൽ ജൂൺ 4-ാം തീയതി കാണാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.